ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിവേഗ പാസഞ്ചർ ട്രെയിൻ സർവീസ് 2026 ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച് എത്തിഹാദ് റെയിൽ. കമ്പനിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് വഴിയായിരുന്നു പ്രഖ്യാപനം. 2025 ജനുവരിയിൽ പ്രഖ്യാപിച്ച ഈ പ്രൊജക്ട് അബുദാബിയെയും ദുബൈയെയും ബന്ധിപ്പിക്കുന്ന യുഎഇയിലെ ആദ്യത്തെ പൂർണ്ണ വൈദ്യുത അതിവേഗ പാസഞ്ചർ ട്രെയിൻ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ ട്രെയിൻ 2 എമിറേറ്റുകൾ തമ്മിലുള്ള യാത്രാസമയം വെറും 30 മിനിറ്റാക്കി കുറയ്ക്കും. മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ പ്രവർത്തിക്കുന്ന ഈ ട്രെയിൻ അബുദാബിയിലെ റീം ഐലൻഡ്, സാദിയത്ത്, യാസ് ഐലൻഡ്, സായിദ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവിടങ്ങളിലും ദുബൈയിലെ അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട്, അൽ ജദാഫ് എന്നിവിടങ്ങളിലുമായി 6 പ്രധാന സ്റ്റേഷനുകളിൽ നിർത്തും. പണി പൂർത്തിയാകുമ്പോൾ എത്തിഹാദ് റെയിൽ നെറ്റ്വർക്കിൽ യുഎഇയിലുടനീളം 1200 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കും. 2022 യുഎഇ, ഒമാൻ സർക്കാരുകൾ തമ്മിൽ ഒപ്പിട്ട കരാറിന് ശേഷം രൂപീകരിച്ച സംയുക്ത സംരംഭത്തിന്റെ ഭാഗമായി ഒമാനിലെ സൊഹർ പോർട്ട് യുഎഇ ദേശീയ റെയിൽ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്ന 303 കിലോമീറ്റർ റെയിൽവേയും എത്തിഹാദ് റെയിൽ നിർമ്മിക്കുന്നു. ഈ പ്രൊജക്ടിന്റെ ആകെ നിക്ഷേപം $3 ബില്യൺ ആണെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം 2030 ആകുമ്പോഴേക്കും പ്രതിവർഷം 60 ദശലക്ഷം ടൺ ചരക്ക് നീക്കം ഈ ട്രെയിൻ ഗതാഗതം വഴി സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2022 ഫുജൈറയിലാണ് ആദ്യത്തെ പാസഞ്ചർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതെന്നും യുഎഇയിലെ 11 പ്രദേശങ്ങളെ ഇത് ഒടുവിൽ ബന്ധിപ്പിക്കുമെന്നും എത്തിഹാദ് റെയിൽ പ്രഖ്യാപിച്ചിരുന്നു. ദുബൈയിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നേരിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങളിൽ 53% കുറവ് വരുത്തിയിരിക്കുന്നു. എമിറേറ്റിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി തടസ്സമില്ലാത്തതും സുരക്ഷിതവും സംയോജിതവുമായ ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്നതിനുള്ള RTIയുടെ തന്ത്രത്തിന്റെ ഭാഗമായാണിത്. സേവനങ്ങൾ ലളിതമാക്കുക, നടപടിക്രമങ്ങൾ കുറയ്ക്കുക, ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നേരത്തെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് 33 സേവനങ്ങൾ നേരിട്ടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് 15ആയി ചുരുക്കി. പ്രധാനപ്പെട്ട പല സേവനങ്ങളും ഇനി ഓൺലൈനായി ലഭ്യമാകും. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ, പുതിയ വാഹന വിഭാഗങ്ങൾ ചേർക്കൽ, ലേണേഴ്സ് പെർമിറ്റ് സംബന്ധമായ സേവനങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ മാറ്റം വരുത്തൽ, ലൈസൻസിന്റെ പകർപ്പ് എടുക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ ഓൺലൈനായി ചെയ്യാൻ സാധിക്കും. ഈ മാറ്റം ഉപഭോക്താക്കൾക്ക് വളരെ പ്രയോജനകരമാകും. ഇനി മുതൽ RTIയുടെ ഓഫീസുകളിൽ നേരിട്ട് പോകേണ്ടി വരുന്നവരുടെ എണ്ണം കുറയും. വീട്ടിലിരുന്നു തന്നെ പല സേവനങ്ങളും ലഭ്യമാകുന്നതോടെ സമയം ലാഭിക്കാനും സൗകര്യപ്രദമായി കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. RTIയുടെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വഴിയാണ് ഈ സേവനങ്ങൾ ലഭ്യമാവുക. സ്മാർട്ട് ഡിജിറ്റൽ ചാനലുകൾ ഉപയോഗിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷാ പ്രക്രിയ പുനർക്രമീകരിക്കുന്നത് ഉപഭോക്തൃ യാത്ര മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന തന്ത്രമാണ്. നൂതന സാങ്കേതിക വിദ്യയും ഡാറ്റ സംയോജനവും ഉപയോഗിച്ച് എല്ലാ RTI സേവനങ്ങളും ഒരു ഏകീകൃത ആപ്പിലൂടെ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ദോഫർ ഗവർണറേറ്റിലെ മസ്യൂന പ്രദേശത്ത് മാൻഹോളിൽ വീട് മലയാളി നഴ്സിന് ഗുരുതര പരിക്ക്. കോട്ടയം സ്വദേശി ലക്ഷ്മി വിജയകുമാറാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നത്. സലാലയിൽ നിന്നും 200 കിലോമീറ്റർ അകലെയാണ് മസ്യൂന പ്രദേശം. ഇവിടെ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നഴ്സായ ലക്ഷ്മി താമസ സ്ഥലത്ത് നിന്നും വേസ്റ്റ് കളയുന്നതിനായി ബലദിയ വേസ്റ്റ് ബിന്നിന് അരികിലേക്ക് പോകുന്നതിനിടെ കാൽ തെന്നി മാൻഹോളിലേക്ക് വീഴുകയായിരുന്നു. ഇവരെ ഉടൻ തന്നെ മസ്യൂനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ആരോഗ്യനില ഗുരുതരമായതിനാൽ പിന്നീട് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംഭവമറിഞ്ഞ് ഭർത്താവും ഏക കുട്ടിയും സലാലയിലെത്തിയിട്ടുണ്ട്. ഒമാനിൽ 45 ഡിഗ്രി സെൽഷ്യസ് കടന്ന് താപനില. ഷിനാസ് വിലായത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45.9 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. ഈ വർഷം റിപ്പോർട്ട് ചെയ്ത ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവാണിതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി കണക്കുകൾ വ്യക്തമാക്കുന്നു. സൊഹറിൽ 44.7 ഡിഗ്രിയും സുവൈക്കിൽ 44.3 ഡിഗ്രിയും ജാലാൻ ബനി ബുഹസനിൽ 43.8 ഡിഗ്രിയും ഖൊറിയാത്തിൽ 43 ഡിഗ്രിയും താപനില റിപ്പോർട്ട് ചെയ്തു. അൽ അവാബി, ബോഷർ, സൂർ, ഖസബ്, സമായിൽ, ഇബ്ര എന്നിവിടങ്ങളിലും 42 ഡിഗ്രിക്ക് മുകളിലാണ് താപനില. അതേസമയം പുറം ജോലിക്കാരായ നിർമ്മാണ തൊഴിലാളികൾക്കാണ് ചൂട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ മധ്യാഹ്ന വിശ്രമ സമയം നേരത്തെ തന്നെ വേണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത്.
3 മാസത്തെ മധ്യാഹ്ന വിശ്രമ സമയം ജൂൺ 1 മുതലാണ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും ഇങ്ങനെയാണ് ആരംഭിച്ചിരുന്നത്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം ഉണ്ടാവുക. ദോഫർ ഗവർണറേറ്റിലെ ദൽഖൂത്ത് വിലായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച അൽഖൂത്ത് സർഫെയ്ത്ത് പർവ്വതപാത ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം യാത്രക്കായി തുറന്നുകൊടുത്തു. 11 ദശലക്ഷം ഒമാനി റിയാലിലധികം ചെലവിട്ടാണ് മികച്ച സുരക്ഷാ സംവിധാനങ്ങളോടെ പദ്ധതി പൂർത്തീകരിച്ചത്. എല്ലാ കാലാവസ്ഥയെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത റോഡ് ദൽഖൂത്തിലേക്കും യമൻ അതിർത്തി പ്രദേശമായ സർഫെയ്ത്തിലേക്കുമുള്ള ഗതാഗതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രി എഞ്ചിനീയർ സൗദ് ഹമൂദ് അൽ മൗവലി അറിയിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കി ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെയാണ് മികച്ച സുരക്ഷാ സംവിധാനങ്ങളോടെ റോഡ് നിർമ്മിച്ചത്. ബോക്സ് കൺവേർട്ടുകൾ, സംരക്ഷണ ഭിത്തികൾ, ഡ്രെയിനേജ് ചാനലുകൾ, സുരക്ഷാ സൂചനകൾ എന്നിവയുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഒമാനി സ്ഥാപനമാണ് പദ്ധതി നടപ്പിലാക്കിയത്. അതേസമയം സലാലയിൽ 33 കിലോമീറ്റർ ദൈർഘ്യമുള്ള 2 വരി പാതയായ റൈസൂത്ത് മുക്സെയിൽ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. മുക്സെയിൽ പാലം പദ്ധതിയിൽ 11 പൂർത്തിയായി. 19 കോളവും 6 കമാനങ്ങളുമായി 12 മീറ്റർ ഉയരമുള്ള കോൺക്രീറ്റ് പാലം ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. നൂതനവും സുരക്ഷിതവുമായ പാതയാണ് ഇവിടെ ഒരുങ്ങുന്നതെന്നും മികച്ച യാത്രാ അനുഭവം സമ്മാനിക്കുന്ന പാതകളാണ് ഇവയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ദോഫർ ഗവർണറേറ്റിൽ വിവിധ ഗതാഗത വികസന പദ്ധതികളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബോഷറിൽ റെസ്റ്റോറന്റിൽ പാചകവാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ കെട്ടിടം ഭാഗികമായി തകർന്നു വീണ് 2 ഏഷ്യൻ പൗരന്മാർ മരണപ്പെട്ടു. സംഭവത്തിന്റെ സാഹചര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷിക്കുകയാണ്. മസ്കറ്റ് ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തന ആംബുലൻസ് സംഘങ്ങൾ സംഭവത്തിൽ ഉടൻ പ്രതികരിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്താനായില്ല. മരണപ്പെട്ടത് മലയാളികളാണ്. റെസ്റ്റോറന്റിന്റെ മുകളിലത്തെ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന കണ്ണൂർ തലശ്ശേരി സ്വദേശികളായ പങ്കജാക്ഷൻ, ഭാര്യ കെ സജിത എന്നിവരാണ് മരണപ്പെട്ടത്. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി മബേല നെസ്റ്റോ താൽക്കാലികമായി അടച്ചിടുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മാന്യ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും ഷോപ്പിംഗ് എളുപ്പമാക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബിലാദ് മോൾ നെസ്റ്റോ സ്റ്റോർ പ്രയോജനപ്പെടുത്തണമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. മബേല സ്റ്റോർ ഉടൻ തുറന്നു പ്രവർത്തിക്കുമെന്നും ഉപഭോക്താക്കളുടെ സഹകരണത്തിന് നന്ദി അറിയിക്കുന്നു എന്നും മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് വ്യക്തമാക്കി. ഷബാബ് ഒമാൻ 2ന്റെ 7ാമത് അന്താരാഷ്ട്ര യാത്രയുടെ ഭാഗമായി ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്തെത്തിയ കപ്പൽ സൂയസ് കനാലിലേക്ക് തിരിച്ചു. ലോക ജനതകൾക്കിടയിൽ സൗഹൃദം, സമാധാനം, ഐക്യം എന്നിവയുടെ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നടത്തുന്ന കപ്പലിന്റെ ആദ്യ അന്താരാഷ്ട്ര സ്വീകരണമായിരുന്നു ജിദ്ദയിലേത്.